ശ്രീനാരായണ ഗുരുദേവൻ 2 തവണ വന്നിറങ്ങിയ വടക്കുംപുറത്തെ ചരിത്ര പ്രാധാന്യമുള്ള പുഴക്കടവ് കെട്ടിയടച്ചതിൽ SNDP യോഗം പറവൂർ യൂണിയൻ പ്രതിഷേധിച്ചു. മുസരിസ് പദ്ധതിയിൽ പുഴ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പുഴക്കടവ് കെട്ടിയടച്ചത്. 1918ലും 1928ലും ഗുരുദേവൻ ഈ കടവിലാണ് വഞ്ചിയിറങ്ങിയത്. ശ്രീനാരായണീയർ പുണ്യസ്ഥലമായി പരിപാലിക്കുന്ന പുഴക്കടവ് കെട്ടിയടച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് കടവ് പുനർനിർമ്മിക്കണമെന്നും യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ആവശ്യപ്പെട്ടു. ഭാരവാഹികളാണ് ഇത് പറവൂർ SNDP യൂണിയനെ അറിയിക്കുകയും പറവൂർ SNDP യൂണിയൻ എന്തായാലും അതിന് മുൻകൈ എടുത്തുകൊണ്ട് വടക്കുംപുറം SNDP ശാഖയും ഇവിടുത്തെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത് ഈ കടവ് പുനഃസ്ഥാപിക്കുന്നതിനും അതിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിടുന്നതിനും വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അതിനു വേണ്ടുന്ന അധികാരികളെ പോയി കാണുകയും അതിനു വേണ്ടുന്ന നിവേദനങ്ങളും പരാതികളും ഒക്കെ സമർപ്പിച്ച് ഇത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും. അത് നടത്തുവാൻ എത്രയും ബഹുമാനപ്പെട്ട ഭരണാധികാരികൾ എത്രയും മുൻകൈ എടുത്തുകൊണ്ട് ശ്രമിക്കണമെന്നും അത് എത്രയും വേഗം പ്രാവർത്തികമാക്കണമെന്നും പറവൂർ SNDP യൂണിയന് വേണ്ടിയും വടക്കുംപുറം SNDP ശാഖയ്ക്ക് വേണ്ടിയും ഇത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് പരാതി നൽകും. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഷൈജു മനക്കപ്പടി പറഞ്ഞു. യൂണിയൻ കൺവീനറോടൊപ്പം കമ്മിറ്റി അംഗങ്ങളായ KB സുഭാഷ്, കണ്ണൻ കൂട്ടുകാട്, വടക്കുംപുറം ശാഖ പ്രസിഡന്റ് നിഷ മണിയപ്പൻ, VS ഗോപാലകൃഷ്ണൻ, B രാധാകൃഷ്ണൻ, ഷീനി, സനീഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പുനരാവിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് അത് പൊളിച്ചു കളഞ്ഞപ്പോൾ ഈ കടവ് നിലനിർത്തിക്കൊണ്ട് അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് ഇട്ടുകൊണ്ട് ഈ കടവ് കളപ്പനാശാൻ കടവ് ആക്കി നിലനിർത്തുന്നതിന് വേണ്ട നടപടികൾ ചിറ്റാറ്റ് ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ സർക്കാരും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ചേന്നമംഗലം മേഖല കൺവീനർ എന്ന നിലയിൽ എനിക്ക് ബന്ധപ്പെട്ട അധികാരികളോട് നിർദ്ദേശിക്കാനുള്ളത്. ഒക്കെ കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട ഒന്നാണ് ഗുരുദേവൻ വന്നിറങ്ങിയ ഈ കടവ്. അതെത്രയും നേരത്തെ അത് പുനഃസ്ഥാപിക്കപ്പെടുകയും വടക്കുംപുറത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ ആ ഗുരുദേവൻ്റെ വരവ് ഓർമ്മിക്കുന്നതിനുള്ള സാഹചര്യം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുകയും ചെയ്യുന്നതിന് ചേന്നമംഗലം പഞ്ചായത്തും അധികാരികളും എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന് ഇവിടുത്തെ ഒരു SNDPയുടെ പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ വന്നിറങ്ങിയത്, അപ്പോൾ ഈ ചരിത്ര പ്രധാനം ഇറങ്ങുന്ന കടവ് സംരക്ഷിക്കേണ്ടത് ഓരോ ശ്രീനാരായണീയരുടെയും കടമയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ കടവ് പുനരുദ്ധരിച്ച് കിട്ടുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നവുമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള നടപടികൾ സ്വീകരിച്ച് ഭംഗിയാക്കി തരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇതിനുവേണ്ടി വടക്കുംപുറം ശാഖയിൽ നിന്ന് സെക്രട്ടറിയും പ്രസിഡൻറ്റും പ്രത്യേക പരാതിയായിട്ട് സ്വീകരിക്കണം.